വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നതും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാരൊക്കെ നന്നായിട്ട് എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, വി കനോട്ട് സീ എനർജി. നമുക്ക് എന്താണ് എനർജി കാണാൻ വേണ്ടി കഴിയില്ല. നെയിം എനി ടു ഫോം ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും രണ്ട് എനർജിയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ എഴുതാം നമുക്ക്? ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി എഴുതി കൊടുക്കാം അല്ലേ? ഹീറ്റ് ആൻഡ് ലൈറ്റ് എനർജി. ഓക്കെ, ഈ രണ്ടിൻ്റെ പേരും എഴുതി കൊടുക്കുക. അത് രണ്ട് നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. Then B ചോദ്യം, how can we reduce the heat loss in an open hearth while using firewood? നമ്മൾ ഫയർവുഡ് ഒക്കെ ഉപയോഗിക്കാറുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആ താപനഷ്ടം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ചോദിക്കുന്നത്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഫയർവുഡ് ഡ്രൈ ആക്കിയിട്ടുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലിഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? ലിഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റവ് ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ നമുക്ക് ഒരുവിധമൊക്കെ ഇത് തടയാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഫ്യൂവൽസ് ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഫിസിക്കൽ സ്റ്റേറ്റ്സിൻ്റെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫയർവുഡ്, കെറോസിന്, അതുപോലെ തന്നെ ജെറ്റ് ഫ്യൂവല്, ബയോഗ്യാസ്, നാഫ്ത, കോള്, LPG, ഇത്രയുമാണ് തന്നിട്ടുള്ളത് അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് സോളിഡ് എന്ന് എഴുതി കൊടുക്കാം. സോളിഡിൽ വരുന്നത് ഏതൊക്കെയാണ്? സോളിഡിൽ വരുന്നത് ഫയർവുഡ് വരും അല്ലേ? ഫയർവുഡ് വരും, അതുപോലെ തന്നെ കോളും വരും. ഓക്കെ, ഇത് രണ്ടും സോളിഡിൽ വരും. ഇനി അടുത്തത് ലിക്വിഡ് ആക്കാം. ലിക്വിഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ലിക്വിഡിൽ വരുന്നത് ഒന്ന് കെറോസിൻ വരും, അതുപോലെ തന്നെ ജെറ്റ് ഫ്യൂവൽ വരും, അതുപോലെ നാഫ്ത, ഇത് രണ്ടും ലിക്വിഡിൽ വരും. ഇനി ഗ്യാസ് എന്ന് എഴുതി കൊടുക്കാം. ഗ്യാസിൽ വരുന്ന ഏതൊക്കെയാണ്? ഒന്ന് LPG വരും, അതുപോലെ തന്നെ ബയോഗ്യാസ് വരും. ഇത് രണ്ടും ഗ്യാസിൽ വരും. ഇതൊക്കെയാണ് നമുക്കറിയാം. 3 സ്റ്റേറ്റ് ആണുള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ 3 വരുന്നത് ഈ രീതിയിൽ ഒക്കെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് 2A ആണ്. 2ലെ A ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് വൺ. എന്താണ്? ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുക, അതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് കണ്ടെത്തണം. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സ് ഡു നോട്ട് യൂസ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ. എന്താണ്? സസ്യങ്ങൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് പ്ലാന്റ്സ് യൂട്ടിലൈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആണോ കറക്റ്റ് ആയിട്ടുള്ളത്? സ്റ്റേറ്റ്മെൻറ്റ് 2 ആണോ? ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് അല്ലേ അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവർ ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്സിജൻ അവർ റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി B ചോദ്യം നോക്കൂ. ഇവിടെ ഒന്നാമത്തെ കുട്ടി പറയാണ്, കസ്ക്യൂട്ട ഡസ് നോട്ട് ഹാം ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലീവ്സ്. എന്താണ്? ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മരത്തിൽ വളരുന്ന ഈ ഒരു കാസ്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ചെടിയില്ല, മൂടില്ലാത്ത ആളി, അത് മരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയാണ്, ഇഫ് വാണ്ട ഗ്രോസ് ഓൺ എ പ്ലാന്റ് ഇറ്റ് വിൽ നോട്ട് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്. മരത്തിൽ മഴവാഴ ഉണ്ടായാൽ ആ മരം നശിച്ചു പോകില്ല എന്നാണ് പറയുന്നത്. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ചിൽഡ്രൻ. ഈ 2 കുട്ടികളുടെ കോൺവെർസേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. വിച്ച് ചൈൽഡ്സ് ഒപ്പീനിയൻ ഇസ് കറക്റ്റ്? വൈ? ഏത് കുട്ടിയുടേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടാമത്തെ കുട്ടി പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണ്? വാൻഡ എന്ന് പറയുന്നത് എന്താണ്? ഒരു എപ്പിഫൈറ്റ് ആണ് അല്ലേ? ഒരു എപ്പിഫൈറ്റ് ആണ്. അതുകൊണ്ട് അതെന്ത് ചെയ്യും? അതിന് വളരുന്ന ജീവിയെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും എടുക്കുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ചൈൽഡ് 1 ഈസ് ഇൻകറക്റ്റ് ബിക്കോസ് കസ്കറ്റ ഈസ് എ പാരസൈറ്റ്. അത് പാരസൈറ്റ് ആണ്. ദാറ്റ് ഹാം ദ പ്ലാന്റ് ഇറ്റ് ലീവ്സ് ഓൺ. അത് വളരുന്ന ആ ഒരു മരത്തിന് എന്താണ്? അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതിൽ C ചോദ്യമാണ്, തിങ്ക് ഓഫ് യർ ഫുഡ് ചെയിൻ ആർ ഗിവൺ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് ഓർഡർ. എന്താണ്? ഇവിടെ ഒരു ഫുഡ് ചെയിൻ തന്നിട്ടുണ്ട്, അതിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഫോക്സ്, ഗ്രാസ്, ഹെന്ന്, വൾച്ചർ, വോം. ഇതിനെങ്ങനെയാക്കി എഴുതണം നമുക്ക്? ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ഗ്രാസ് വരും അല്ലേ? പിന്നെ വരുന്നത് വോം എന്നുള്ള രണ്ടാമത്തെ വരും. അതിനുശേഷം വരുന്നത് ഹെന്നാണ്. ഹെന്നിനെ ആര് കഴിക്കും? ഫോക്സ് കഴിക്കും. ദെൻ ഫോക്സിനെ വൾച്ചർ കഴിക്കും. ഓക്കെ, ഈ രീതിയിലാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് മൂന്നാമത്തേതിലെ എ ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് എ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ കോൾഡ് എ സോൾവെൻറ്റ്. ഒരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് എ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ. അപ്പോൾ ഒരു സോൾവെൻറ്റ് ഡിസോൾവ് ആവുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. 1ഉം 2ഉം കറക്റ്റ് ആണ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്തല്ല, കറക്റ്റ് അല്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ് അപ്രോപ്രിയേറ്റ്ലി. താഴെ ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ മാറിപ്പോയി. ഇതാണ് കേട്ടോ. ഇതിൽ ബി ചോദ്യമാണ് നോക്കുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സ്പീഡ് ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ സ്പീഡിനെ, അതിൻ്റെ ആ ഒരു എന്തിൻ്റെ സ്പീഡിനെയാണ് ഡീസൊല്യൂഷൻ ആവുന്ന ആ ഒരു ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചർ അല്ലേ. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം എഴുതി കൊടുക്കാം, ടെമ്പറേച്ചർ എന്നുള്ളത്. ടെമ്പറേച്ചർ, അതുപോലെ തന്നെ അതിൻ്റെ സൈസും ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി ഇതിലെ സി ചോദ്യം നോക്കാം. റൈറ്റ് സം സിറ്റുവേഷൻസ് വിച്ച് വി യൂസ് ദ എബിലിറ്റി ഓഫ് സബ്ജക്ട്സ് ടു ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുക്കൾ ഉണ്ടാവില്ലേ, അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിറ്റുവേഷൻസ് ഏതെങ്കിലും 1 or 2 സിറ്റുവേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എന്ത് കൊടുക്കാം? നമ്മളെ ബോട്ടും ഷിപ്പൊക്കെ ഈ ഒരു ഇതാണ് പ്രയോജനപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ബോട്ടും ഷിപ്പൊക്കെ അതിൽ മുങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ ബോട്ട്, ഷിപ്പ് എന്ന് എഴുതി കൊടുക്കാം. ബോട്ട്സ്, ഷിപ്പ്. അതുപോലെ തന്നെ നമ്മൾ റാഫ്റ്റ് ചെയ്യുന്നതും ഈ രീതിയിൽ തന്നെയാണ്. ഇനി ഇതിലെ സി ചോദ്യം 4ലെ എ ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ മൈക്രോ ഓർഗാനിസംസ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് മൈക്രോ ഓർഗാനിസം അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വൈറസ്, ഹൗസ് ഫ്ലൈ, ഫംഗസ്, ബാക്ടീരിയ. ഏതാണ്? ഹൗസ് ഫ്ലൈ എന്നുള്ളതാണ് ഇവിടെ മൈക്രോ ഓർഗാനിസം അല്ലാത്തത്. ഇനി ഇതിലെ ബി ചോദ്യമാണ്. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരി മൈക്രോ ഓർഗാനിസംസ് ടു അവർ ബോഡി. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 വെക്ടേഴ്സ്. എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ എത്തും അല്ലേ. നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗകാരികളായിട്ടുള്ള ഈ ഇതൊക്കെ വെക്ടേഴ്സൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? ഈ ഡിസീസസ് ഒക്കെ എത്തിക്കുന്ന ആളാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2 വെക്ടേഴ്സിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ്? നമുക്കറിയാം, മോസ്കിറ്റോ അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ ഒക്കെ ഇത്തരത്തിലുള്ളതാണ്. അപ്പോൾ മോസ്കിറ്റോ അതുപോലെ ഹൗസ് ഫ്ലൈ. ഇനി വിച്ച് ആർ ദ കണ്ടീഷൻ ഇൻ വിച്ച് മോസ്കിറ്റോസ് ബ്രീഡ്. ഏതാണ് കണ്ടീഷൻ? മോസ്കിറ്റോസ് ബ്രീഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെഗ്നൻറ്റ് വാട്ടർ ആണ് അല്ലെ. ചീത്ത വെള്ളത്തിലൊക്കെ മോസ്കിറ്റോസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റെഗ്നൻറ്റ് വാട്ടർ എന്ന് എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എയ്തർ 5A or 5B. 5Aയോ 5Bയോ ആണ് ആൻസർ ചെയ്യേണ്ടത്. എ ചോദ്യം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് എന്താണ്? നോ എയർ പൊല്യൂഷൻ ആണ് അല്ലേ. എയർ പൊല്യൂഷൻ ഉണ്ടാവില്ല. നോ എയർ പൊല്യൂഷൻ. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് നോയിസ് പൊല്യൂഷൻ. ഇനി അടുത്തത് റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ റീസൺസ്. താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റും റീസണും നമ്മളെടുത്ത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എനർജി സോഴ്സസ് സച്ച് ആസ് സൺലൈറ്റ്, വിൻഡ് ആൻഡ് വേവ്സ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. വിൻഡ് അതുപോലെ തന്നെ സൺലൈറ്റ്, വേവ്സ് ഇതൊന്നും എയർ പൊല്യൂഷന് കാരണമാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി റീസൺ ആയിട്ട് അതിന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ദീസ് ആർ നോട്ട് എ റിന്യൂവബിൾ
എനർജി സോഴ്സസ്. കാരണം ഇതൊന്നും റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, പക്ഷെ അതിന് പറഞ്ഞ റീസൺ കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്, റീസൺ കറക്റ്റ് അല്ല. അപ്പോൾ അത് ഏതാണ് ആ ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കുക. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി ഇതിലെ സി ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്സ്? ബയോഗ്യാസ് പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്ന് രണ്ട് അഡ്വാൻറ്റേജ് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്നെന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ടുള്ളത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ് അല്ലേ. വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമുക്ക് വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഓർഗാനിക് മാനുവർ നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്നും കിട്ടും. അതുപോലെ കുക്കിംഗ് ഫ്യൂലും കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിലെ ഓർ ക്വസ്റ്റ്യൻ ആണ്, 5ലെ ബി ആണ്. ഇവിടെ എന്താണ്? ഫിൽ അപ്പ് ദ മിസ്സിംഗ് ഫാക്ട്സ് റിലേറ്റഡ് ടു ബേർഡ് വാച്ചിങ്. ബേർഡ് വാച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സാണ്, അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീറ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കളർ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. ഇനി ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ലിവിങ് തിങ്സ് ആർ കറക്റ്റ്? ലിവിങ് തിങ്സുമായിട്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാമോർഫോസിസ് ഈസ് സീൻ ഓൺലി ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൻ്റെ ലൈഫിൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുപോലെ ഹ്യൂമൻ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ് മമ്മൽസ്. എന്താണ്? ഹ്യൂമൻസ് എന്ന് പറയുന്നത് മമ്മൽസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ്സ് ലീവ് ആസ് എ കമ്മ്യൂണിറ്റി. ഉറുമ്പുകളൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ജീവിക്കുന്നത്. ടേർട്ടിൽസ് ആർ ആംഫിബിയൻസ്. എന്താണ്? ടേർട്ടിൽസ് എന്ന് പറയുന്നത് ഒരു ആംഫിബിയൻ ആണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 and 4 ആർ കറക്റ്റ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3യുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ 2ഉം ഈ 3യുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2 and 3 എന്ന് കറക്റ്റുള്ള അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് ഇതാണ്, ക്ലാസിഫൈ ദ ഫോളോയിങ് ഓർഗാനിസംസ് അപ്രോപ്രിയേറ്റ്ലി. താഴെയുള്ള ഓർഗാനിസംസിനെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കണം. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ദോസ് ദാറ്റ് ഗീവ് ബർത്ത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നത് ക്രോ, വുഡ് പെക്കർ, കൗ, ഡോൾഫിൻ, പീജിയൻ, കാറ്റ്, ഇത്രയുമാണ് അതിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിനെ കറക്റ്റായിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദോസ് ദാറ്റ് ഗീവ് ബർത്ത് എന്നുള്ളതിൽ വരുന്നത് ഏതൊക്കെയാണ്? കാറ്റ് വരും, അതുപോലെ തന്നെ കൗ വരും, ക്രോയും വരും. ഓക്കെ, കൗ ഇവിടെ ഉണ്ട്. ഡോൾഫിനാണ് കേട്ടോ, ഡോൾഫിനാണ് വരുന്നത്. ഡോൾഫിനും വരും. ഇനി ഇവിടെ എന്താണ് നമ്മൾ ഹെഡിങ് കൊടുക്കുക? ദോസ് ദാറ്റ് ലേ എഗ്സ്. ഓക്കെ, എഗ്സ് ഇട്ടിട്ടുള്ളത് ആരൊക്കെയാണ് ഇതിൽ വരുന്നത്? ഒന്ന് ക്രോ അവിടെ ഉണ്ട്, വുഡ് പെക്കർ, അതുപോലെ തന്നെ പീജിയന്. ഓക്കെ, ഇത് രണ്ടും അവിടെയും എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ എയ്തർ 6A or 6B ആണ്. 6Aയോ അല്ലെങ്കിൽ ബിയോ നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ 6A എന്ന് പറയുന്നത് റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ ഗിവൺ ബിലോ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെയുള്ളത് വായിക്കുക, അതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. എനിമൽസ് വിത്ത് ഐ ഓൺ ദ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ് ക്യാൻ ബി പ്രൈസസ്ലി അണ്ടർ ദ ഡിസ്റ്റൻസ് ആൻഡ് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. നമുക്കറിയാം സൈഡിൽ കണ്ടുള്ള ജീവികൾക്ക് എന്താണ്? അവരെ ഇരയെ പിടിക്കാനും അതുപോലെ അതിൻ്റെ ഡിസ്റ്റൻസ്, പൊസിഷൻ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഇനി റീസൺ എന്താണ്? ദേ ആർ ഏബിൾ ടു സീ ബോത്ത് ദ സൈഡ്സ്. രണ്ട് സൈഡ്സും അവർക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. പക്ഷെ അതിന് പറഞ്ഞ റീസൺ കറക്റ്റ് ആണോ? അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഇനി റൈറ്റ് എനി 2 ഡിവൈസസ് യൂസ്ഡ് ബൈ ദ വിഷ്വലി ചലഞ്ചർ. വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഏതെങ്കിലും 2 ഇതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവർ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്ന് വൈറ്റ് കെയിൻ ഉപയോഗിക്കുന്നല്ലേ, വൈറ്റ് കെയിൻ. അതുപോലെ തന്നെ ബ്രൈലി ബുക്സ് ഉപയോഗിക്കാം. ഓക്കെ, അത് രണ്ടും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അടുത്ത ചോദ്യം,
Suggest 4 healthy habits to be present in a seminar on topic healthy habits for a healthy eyes. നല്ല ഹെൽത്തി ഹാബിറ്റ്സിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കണ്ണിൻ്റെ ഹെൽത്തി ഹാബിറ്റാണ് കേട്ടോ, അതിന് വേണ്ട എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സെമിനാറാണ്. അപ്പോൾ എന്തെഴുതാം? ക്ലീൻ വാട്ടർ അല്ലേ, നമ്മൾ ക്ലീൻ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിനെ വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് വിത്ത് ക്ലീൻ വാട്ടർ. അതുപോലെ തന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ക്യാരറ്റ്സ്, ഇതൊക്കെ നന്നായിട്ട് കഴിക്കാം. അതുപോലെ ഡിമ്മായിട്ടുള്ള അല്ലെങ്കിൽ വെരി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റിൽ നമ്മൾ വായിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ സേഫ് ഡിസ്റ്റൻസിൽ നമ്മൾ ടി വി മൊബൈലൊക്കെ സേഫ് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് കാണുക. ഇനി അടുത്തത് നോക്കാം. ഇതിലെ 6 ബി ആണ്. കംപ്ലീറ്റ് ബിലോ ഫോളോയിങ് ഇൻ എ ടേബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ലിസ്റ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ദാൻ ദ സ്പെഷ്യൽ എബിലിറ്റീസ്. ഓരോ ക്രിയേച്ചറും അതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റിയുമാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ക്രോക്കറ്റൈലാണ്, അതിന് സ്കിന്നാണ്. അതെന്താണ്? അതിൻ്റെ സെൻസിറ്റീവ് വൈബ്രിറ്റി ആണ് അല്ലേ, സെൻസിറ്റിവിറ്റി. ഓക്കെ, സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണത് ഈ ഒരു സ്കിന്ന് അതിന് ഉള്ളത്. ഇനി ഡോഗിന് എന്താണ്? ഹിയറിംഗ് ആണ്. ഹിയറിംഗ് എന്താണ്? അതിൻ്റെ ഇയർ വെച്ചുകൊണ്ടാണ്, ഇയർ. ഇനി ബേറാണ്. ബേറിൻ്റെ നോസ് വെച്ചുകൊണ്ട് എന്താണ്? അതിൻ്റെ ഷാർപ്പ് സെൻസ് സ്മെല്ലാണ്. ഓക്കെ, ഷാർപ്പ് സെൻസ് ഓഫ് സ്മെൽ. അടുത്തത് ഈഗിളാണ്. ഈഗിളിന് എന്താണ്? ഈഗിളിന് ഐ ആണുള്ളത്. അതിൻ്റെ ഐസ് വെച്ചുകൊണ്ട് അതിന് ഡിസ്റ്റൻറ്റ് വിഷൻ കാണാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം, എനിമൽസ് ലൈക്ക് ടൈഗർ ആൻഡ് ലയൺ ഹാവ് ദെയർ ഐസ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹെഡ്സ്. ഹൗ ഡസ് ദിസ് ദം? അവർക്ക് എന്താണ്? ഫ്രണ്ടിലാണ് എന്തുള്ളത്? ഹെഡ്സ് ഉള്ളത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് അവർക്ക് ഹെൽപ്പ് ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അത് അവർക്ക് ഹെൽപ്പ് ആവുന്നത് എന്നാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അവർക്ക് എന്താണ്? ഒരു ബൈനോക്കുലർ വിഷൻ അതിൽ നിന്നും കിട്ടും. ഓക്കെ, ബൈനോക്കുലർ വിഷൻ അതിൽ നിന്നും കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഡസ് നോട്ട് എഫക്ട് ദ ഐ? ഐനെ എഫക്റ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാണ്? കാറ്ററാക്റ്റ്, ഗ്ലൂക്കോമ, ലോ സൈറ്റ്നസ്, എക്സിമ. ഏതാണ്? എക്സിമയാണ്. എക്സിമ സ്കിന്നിന് വരുന്ന അസുഖമാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കി എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.